ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ എൻട്രൻസ് കമ്മീഷണർ ക്ലീ 2025 3 ഇയർ LLB എൻട്രൻസിൻ്റെ 5 ഇയർ LLB എൻട്രൻസിൻ്റെ അഡ്മിറ്റ് കാർഡ്സ് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഡ്മിറ്റ് കാർഡ്സ് എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക? നിങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ സൈറ്റിൽ പോവുക. ഒഫീഷ്യൽ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ 3 ഇയർ LLB 5 ഇയർ LLB ലിങ്ക് കിടപ്പുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് അടിച്ച് അതിൽ കയറുക. അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ അഡ്മിറ്റ് കാർഡ്സ് ഡൗൺലോഡ് ചെയ്ത് അത് കൃത്യമായിട്ട് പ്രിൻ്റ് എടുത്ത് നിങ്ങളുടെ കയ്യിൽ വെക്കുക. ഓക്കെ, ആ അഡ്മിറ്റ് കാർഡ്സ് നിങ്ങൾക്ക് പരിശോധിച്ചാൽ നിങ്ങൾക്ക് എവിടെയാണ് എക്സാം സെൻറ്റർ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇന്നലെ ഒരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, സാർ എക്സാം സെൻറ്റർ ഭയങ്കര ദൂരെയാണ് സാർ, ഇനിയും വല്ല ചേഞ്ച് കിട്ടുമോ, അടുത്തെങ്ങാനും കിട്ടാൻ വല്ല വഴിയുണ്ടോ? ഒരു വഴിയില്ല. വൺസ് എൻട്രൻസ് കമ്മീഷണർ എക്സാം സെൻറ്റർ അലോട്ട് ചെയ്ത് അഡ്മിറ്റ് കാർഡിൽ അത് പ്രിൻ്റ് ചെയ്ത് വന്നാൽ പിന്നെ നമ്മൾ അവിടെ പോയി പരീക്ഷ എഴുതുക, അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. നമുക്കത് ചേഞ്ച് ചെയ്ത് കിട്ടാനോ അല്ലെങ്കിൽ നമുക്കത് മാറ്റി കിട്ടാനോ അടുത്തേക്ക് കിട്ടാനോ ഒരു വഴിയില്ല. എവിടെയാണോ കിട്ടിയത് അവിടെ പോയിട്ട് കൃത്യമായിട്ട് പരീക്ഷ എഴുതുക. അപ്പോൾ അഡ്മിറ്റ് കാർഡ്സ് നിങ്ങൾക്ക് എന്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കയ്യിലുള്ളവർ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അതിൽ ആ നിങ്ങളുടെ എവിടെയാണ് പരീക്ഷ എഴുതുന്നത് അതിൻ്റെ അഡ്രസ്സ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എവിടെയാണ് വെന്യൂ എന്നുള്ളത് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ വെന്യൂവിൻ്റെ അഡ്രസ്സ് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. മിക്കതും എഞ്ചിനീയറിംഗ് കോളേജൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഗൂഗിൾ മാപ്പിൽ എന്ത് ചെയ്യും, ഗൂഗിൾ ആ എന്താ പറയുക എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പേരടിച്ചു കൊടുത്ത് നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടും. ലൊക്കേഷൻ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സുഖമായിട്ട് നിങ്ങൾക്ക് അവിടെ എത്താം. നിങ്ങൾക്ക് ഡേറ്റും കൊടുത്തിട്ടുണ്ട്, 1/6 ഡേറ്റ്. പിന്നെ അത് റിപ്പോർട്ടിംഗ് ടൈമും കൊടുത്തിട്ടുണ്ട്, ടൈം ഓഫ് എക്സാമിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, നമുക്കറിയാം ഇപ്പോൾ കേരളത്തിൽ മൊത്തം മഴയാണ്, എല്ലാവരും മഴയും പ്രശ്നങ്ങളാണ്, ഫുള്ള് റോഡ് പണിയും ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ എക്സാം എഴുതാൻ പോണ ദിവസം ഒരു തരത്തിലുള്ള ലാഗ് നിങ്ങൾ കാണിക്കരുത്. ഇവിടെ ഈ റിപ്പോർട്ടിംഗ് ടൈം കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു അഡ്മിറ്റ് കാർഡിൽ 1 മണി to 2:30 വരെയാണ് റിപ്പോർട്ടിംഗ് ടൈം. അപ്പോൾ ആ റിപ്പോർട്ടിംഗ് ടൈമിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആ എക്സാമിനേഷൻ സെൻറ്ററിൽ എത്തണം. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് വേണം നിങ്ങളുടെ ജേണി പ്ലാൻ ചെയ്യാൻ. നിങ്ങൾ ഒരിക്കലും കറക്റ്റ് സമയം നോക്കി പോകരുത്. മഴയാണ്, ബ്ലോക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നേരത്തെ പോവുക. ആ റിപ്പോർട്ടിംഗ് ടൈമിനുള്ളിൽ നിങ്ങൾ അവിടെ എത്തണം. അല്ലാണ്ട് ഈ എക്സാമിനേഷൻ ടൈമിന് അവിടെ ആ സമയത്തല്ല എത്തുന്നത്, ആ റിപ്പോർട്ടിംഗ് ടൈമിനുള്ളിൽ നിങ്ങൾ അവിടെ എത്തണം. അപ്പോൾ ദൂരെയാണെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇപ്പം തന്നെ നോക്കി വെക്കുക നിങ്ങൾ. ഓക്കെ, അവിടെ കൃത്യമായിട്ട് എത്താനുള്ളൊരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ റിപ്പോർട്ടിംഗ് ടൈമിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ സെൻറ്ററിൽ എത്തണം. അത് എത്തിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ കൊണ്ട് പരീക്ഷ എഴുതിക്കില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ റിപ്പോർട്ടിംഗ് ടൈമാണ് പ്രധാനപ്പെട്ട ടൈം. അപ്പോൾ എക്സാമിന് എഴുതാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മളിനി വീഡിയോസ് വരുന്നുണ്ട്. കമ്പ്യൂട്ടർ എക്സാമിനേഷൻ ആണെന്നൊക്കെ പലരും ഇപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ അതും കൂടെ ഞാനിവിടെ ക്ലാരിഫൈ ചെയ്തേക്കാം. നമ്മുടെ എൻട്രൻസ് എന്ന് പറയുന്നത്, കേരള ലോ എൻട്രൻസ് എന്ന് പറയുന്നത് 2019 മുതൽ കമ്പ്യൂട്ടർ എക്സാമാണ്. അതുവരെ പെൻ പേപ്പർ OMR. അപ്പോൾ നമുക്ക് OMRൽ കറുപ്പിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. ഇപ്പം അങ്ങനെയില്ല. നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് കമ്പ്യൂട്ടറിലൂടെയാണ്. അപ്പോൾ അത് ഒരുപാട് പേർക്കൊരു ടെൻഷനാണ്. കാരണം പലരും ആദ്യമായിട്ടാണ് കമ്പ്യൂട്ടർ പരീക്ഷ എഴുതുന്നവരുണ്ട്. ഇപ്പോൾ 3 ഇയറിൽ പ്രായമായുള്ളവർ അവർ പലരും ആദ്യമായിട്ടാണ് കമ്പ്യൂട്ടർ പരീക്ഷ എഴുതുന്നുണ്ട്. പിന്നെ 5 ഇയർ പിള്ളേരുണ്ട്, +2 കഴിഞ്ഞ പിള്ളേർ ആദ്യമായിട്ടാണ് ഒരു ഓൺലൈൻ എൻട്രൻസ് എഴുതാൻ പോകുന്നത്, അവരും ഉണ്ട്. അപ്പോൾ ആരും വെറീഡ് ആവുമൊന്നും വേണ്ട, അതിനെപ്പറ്റിയൊന്നും ആരും വെറീഡ് ആവുമൊന്നും വേണ്ട. നിങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റ് കൃത്യമായിട്ട് പഠിക്കുക. നിങ്ങൾ ഈ ദിവസങ്ങളിലിരുന്ന് അതിനെപ്പറ്റി വെറീഡ് ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റ് കൃത്യമായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് അവിടെ എക്സാമിനേഷൻ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ അവിടെ കമ്പ്യൂട്ടർ എക്സാം നിങ്ങൾക്ക് അസിസ്റ്റ് ചെയ്യാൻ അവിടെ ഇൻവിജിലേറ്റർ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആ ഇൻവിജിലേറ്റർ ചോദിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അതില്ല, നിങ്ങൾക്ക് മെയിൻ എക്സാമിന് മുന്നേ ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും, ഒരു ട്രയൽ എക്സാം നിങ്ങൾക്ക് തരും. ആ ട്രയൽ എക്സാമിൽ നിങ്ങൾ കൃത്യമായിട്ട് ഇരുന്ന് അവർ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്ക് മെയിൻ എക്സാമിന് മുന്നേ ഒരു മോക്ക് എക്സാം കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ മാർക്ക് ചെയ്യേണ്ടതും എങ്ങനെ സബ്മിറ്റ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ആരും പറയുക, നിങ്ങളെ നേരെ ആരും കൊണ്ട് മെയിൻ എക്സാമിന് കൊണ്ടിരുത്തില്ല. മെയിൻ എക്സാമിന് മുന്നേ നിങ്ങൾക്ക് ട്രയൽ എക്സാം അല്ലെങ്കിൽ മോക്ക് എക്സാം തരും. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, അത് പഠിക്കുക. വളരെ സിമ്പിളായിട്ട് പ്രൊസീജിയറാണ്. കമ്പ്യൂട്ടറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓപ്ഷൻസ് മാർക്ക് ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. വളരെ സിമ്പിളായിട്ട് അവിടെ പോയിട്ട് ആരും എന്താ പറയുക ബിൽ ഗേറ്റ്സ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ പോയിട്ട് കമ്പ്യൂട്ടർ മെക്കാനിക്കാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രൊസീജിയറാണ്, വളരെ എളുപ്പം നടക്കുന്ന ഒരു പ്രൊസീജിയറാണ് കമ്പ്യൂട്ടർ എക്സാം. കുറച്ചും കൂടി പെൻ പേപ്പർ OMRനെക്കാട്ടി കുറച്ചും കൂടി സൗകര്യമാണ് ഈ കമ്പ്യൂട്ടർ എക്സാം. കാരണം പെൻ പേപ്പർ OMRൽ നമ്മളൊരു ഓപ്ഷൻ കറുപ്പിച്ചു, പിന്നെയാണ് മനസ്സിലായത് അതല്ല ഓപ്ഷൻസ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മായിച്ച് പിന്നെ കറുപ്പിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. നമുക്ക് കമ്പ്യൂട്ടറിലാണെങ്കിൽ നമുക്കൊരു മാർക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഒന്നും കൂടെ നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് തിരിച്ചു വന്ന് അതെല്ലാം നമുക്ക് മാറ്റി നമുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഫൈനൽ സബ്മിഷൻ കൊടുത്താൽ മതി. അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റിയൊക്കെ വീഡിയോസ് നമ്മൾ വരുന്നുണ്ട്, കമ്പ്യൂട്ടർ എക്സാമിനെ പറ്റിയൊക്കെ വീഡിയോ. അപ്പോൾ ആരും കമ്പ്യൂട്ടർ എക്സാമിന് ആണെന്നുള്ള ഒരു വെറീസ് ഒന്നും വേണ്ട. നിങ്ങൾക്ക് ട്രയൽ എക്സാം തരും. നിങ്ങളുടെ സബ്ജക്റ്റ് പഠിച്ച് നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ള ടെൻഷൻ മാത്രം നിങ്ങൾക്ക് മതി. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് എക്സാമുകൾ ശ്രദ്ധിക്കേണ്ട കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ടെസ്റ്റാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ
നിങ്ങൾ അഡ്മിറ്റ് കാർഡ്സ് പ്രിൻ്റ് എടുത്ത് കൊണ്ടുപോകുക. അതിപ്പോൾ കളറായാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും പ്രശ്നങ്ങളൊന്നുമില്ല. അതിൻ്റെ ഒപ്പം എക്സാമിന് പോകുമ്പോൾ ഒരു ഫോട്ടോ ഐ ഡി നിങ്ങളൊപ്പം വെക്കണം. അത് ഡ്രൈവിംഗ് ലൈസൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആധാർ കാർഡ് ആയിക്കോട്ടെ, ഏതായാലും കുഴപ്പമില്ല. എല്ലാവരുടെയും ആധാർ കാർഡ് ഉണ്ടോ, അപ്പോൾ ആധാർ കാർഡ് കൊണ്ടുപോയാൽ മതി. അപ്പോൾ അഡ്മിറ്റ് കാർഡും ഒരു ഫോട്ടോ ഐ ഡിയും നിങ്ങളൊപ്പം വേണം. പിന്നെ സ്മാർട്ട് വാച്ചുകളോ മൊബൈൽ ഫോൺസോ അതുപോലെ ഇലക്ട്രോണിക് ഐറ്റംസ് ഒന്നും തന്നെ അലൗഡ് അല്ല. അപ്പോൾ ഒരു ഡൗട്ട്, സാറേ എങ്ങനെയാണ് സാർ സമയം അറിയാം? സമയം നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ തന്നെ സമയം ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ ഇൻവിജിലേറ്റർ ഉണ്ട്, അവരുടെ സമയം ചോദിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ എക്സാം ബോർഡിൽ ക്ലോക്ക് ഉണ്ട്. അവിടെ ഈ 3 രീതിയിൽ നിങ്ങൾക്ക് സമയം അറിയാൻ പറ്റും. അപ്പോൾ ആ സമയം അറിയാൻ വേണ്ടി ആരും സ്മാർട്ട് വാച്ചുകളോ അല്ലെങ്കിൽ ആപ്പിൾ വാച്ചസോ അല്ല അങ്ങനത്തെ ഉള്ള ഇലക്ട്രോണിക് ആയിട്ടുള്ള ഒരു ഐറ്റംസും കൊണ്ടുപോകാൻ നിൽക്കേണ്ട. ഓക്കെ, അതിൻ്റെ ഉള്ളിലേക്ക് അത് കയറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു ഡൗട്ട്, കുറേ സാർ എനിക്ക് മാത്സ് വർക്കൗട്ട് ചെയ്യണം, അപ്പോൾ അത് മൈൻഡിൽ വർക്കൗട്ട് ചെയ്യേണ്ടി വരുമോ, ഷീറ്റ് തരുമോ? നിങ്ങൾക്ക് അവിടുന്ന് ഷീറ്റ് പ്രൊവൈഡ് ചെയ്യുക, റഫ് വർക്കിനുള്ള ഷീറ്റ് അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ടെൻഷനൊന്നും വേണ്ട. ഒരു പേന വേണമെങ്കിൽ കൈ വെച്ചോ, ചില സ്ഥലത്തൊന്നും പേന കയറ്റാൻ സമ്മതിക്കില്ല, അവിടെ നിന്ന് തന്നെ പേന തരും. പേന വേണമെങ്കിൽ പറഞ്ഞാൽ കൈ വെച്ചോ. ഓക്കെ, പിന്നെ മോക്ക് ടെസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, മെയിൻ എക്സാമിന് മുന്നേ നിങ്ങൾക്കൊരു മോക്ക് എക്സാം നിങ്ങൾക്ക് തരും. ആ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്ത് നിങ്ങൾക്ക്, എന്നിട്ട് അതിന് ശേഷമാണ് മെയിൻ എക്സാം നിങ്ങൾക്ക് തരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് എക്സാമിനേഷന് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ സമാധാനമായിട്ട് പോയി പരീക്ഷ ടെൻഷൻസും കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾ ഏറ്റവും നേരത്തെ നിങ്ങൾ എക്സാം സെൻറ്ററിൽ എത്തുക എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഓക്കെ, എന്ന് വെച്ച് രാവിലെ ഒന്നും പോയി അവിടെ പോയിരിക്കണ്ട. ഞാൻ പറഞ്ഞില്ല, ആ റിപ്പോർട്ടിംഗ് ടൈമിനുള്ളിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ അവിടെ എത്തുക എന്നുള്ളത് നിൽക്കണം. കറക്റ്റ് ടൈം പിടിച്ച് ആരും പോകാൻ നിൽക്കേണ്ട, മഴയാണ്, പ്രശ്നങ്ങളാണ്. അപ്പോൾ അതാണ് ശ്രദ്ധിക്കണം. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ മെസ്സേജ് ചെയ്യുന്നു, സാർ ഞാൻ ഇപ്പോൾ കുറേ മോഡൽ എക്സാമുകൾ ആപ്പിലൂടെയൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യുന്നു. മോഡൽ എക്സാം കഴിഞ്ഞ ദിവസം മോഡൽ എക്സാം ഞാൻ അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് മാർക്കൊന്നും ഇല്ല, എനിക്ക് തോന്നുന്നില്ല സാറേ എനിക്ക് ഇതിനെ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന്. സാർ ഞാൻ പഠിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് മോഡൽ എക്സാം എഴുതുമ്പോൾ എനിക്ക് മാർക്ക് കുറയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് എല്ലാവരും പറയാനുള്ള കാര്യം വെച്ചാൽ, ഇവിടെ ഈ ഇതിൽ നമ്മുടെ ചാനലിലെ വ്യൂവേഴ്സ് ആയിട്ടുള്ള എല്ലാവരും പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ ഒരുപാട് മോഡൽ എക്സാംസ് പല ആപ്പുകളും പല ടീംസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് മോഡൽ എക്സാമുകൾ എഴുതും. മോഡൽ എക്സാം എഴുതിക്കോ, കുഴപ്പങ്ങളൊന്നുമില്ല, വെൽ ആൻഡ് ഗുഡ്, അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മൾ എക്സാമിന് മുന്നേ ധാരാളം എക്സാമിന്, ബട്ട് ആ മോഡൽ എക്സാമിന് മാർക്ക് കുറഞ്ഞു എന്ന് വെച്ച് നിങ്ങൾക്ക് ഫൈനൽ എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യില്ല, അങ്ങനെയൊന്നുമില്ല. ദാറ്റ് ഇസ് ജസ്റ്റ് എ മോക്ക് എക്സാം. അതൊരു മോക്ക് എക്സാം മാത്രമാണ്. അവിടെ നിങ്ങൾ പുതിയ ചോദ്യങ്ങൾ നിങ്ങൾ കാണും, നിങ്ങൾ പഠിക്കാത്ത ചില ചോദ്യങ്ങൾ നിങ്ങൾ, കുഴപ്പമൊന്നുമില്ല, ബി ഹാപ്പി ടു സീ ന്യൂ ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ആ പുതിയ ചോദ്യങ്ങൾ കാണാൻ നിങ്ങൾ ഹാപ്പി ആയിക്കോ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അറിയാത്ത ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ്. അവിടെ അറിയാത്തൊരു ചോദ്യം കണ്ടു, അപ്പോൾ അത് കണ്ടെത്തി പഠിക്കണം. അതാണ് റൈറ്റ് ഫ്രെയിം ഓഫ് മൈൻഡ്. അല്ലാതെ ഈ ചോദ്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല, ഞാനൊന്നും പഠിച്ചിട്ടില്ല, ഞാൻ പഠിക്കുന്നില്ല, ബുക്ക് അടച്ചു വെച്ചിട്ട് നല്ല കാര്യമുണ്ടോ, നോ പ്രോബ്ലം. ആർക്കാ നഷ്ടം? എനിക്ക് നഷ്ടമുണ്ടോ? ഇല്ല, നിങ്ങൾക്ക് മാത്രമേ നഷ്ടങ്ങൾ, നിങ്ങളുടേത് മാത്രമാണ്. അപ്പോൾ മോഡൽ എക്സാം മോക്ക് എക്സാമുകൾ അറ്റൻഡ് ചെയ്യുന്നു, മാർക്ക് കുറയുന്നു, അതൊന്നും നിങ്ങൾ വെറിയിടാവണ്ട. അവിടുത്തെ മാർക്ക് മാറ്റർ ചെയ്യുന്നുണ്ടോ? മോക്ക് എക്സാമുകളുടെ മാർക്ക് മാറ്റർ ചെയ്യുന്നുണ്ടോ? ഇല്ല. നിങ്ങളെ സമയം നിങ്ങൾ ആ മെയിൻ എക്സാമിനാണ് നിങ്ങൾ പെർഫോം ചെയ്യേണ്ടത്. ദീസ് ആർ ജസ്റ്റ് റൂട്ട് മാത്രമാണ്. ആ റൂട്ട് ക്ലിയർ ചെയ്ത് പോവുക. അപ്പോൾ മോക്ക് എക്സാമിന് നിങ്ങൾ ക്വസ്റ്റ്യൻസ് കാണുന്നു, നിങ്ങൾ ആ പുതിയ ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടെത്തി പഠിക്കുക. എന്നിട്ട് ആ തെറ്റുകൾ തിരുത്തി കൂടുതൽ വർക്ക് ഇടുക. മോക്ക് എക്സാമ്പിൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് ഞാൻ വീക്കായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ എക്സ്ട്രാ ടൈം കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട്. അപ്പോൾ റൈറ്റ് ഫ്രെയിം ഓഫ് മൈൻഡ് സെറ്റ് നിങ്ങൾ അത് ചെയ്യുക. ഓക്കെ, മോക്ക് എക്സാമിന് നല്ല മാർക്ക് കിട്ടി വെച്ച് മെയിൻ എക്സാമിന് നല്ല റാങ്ക് കിട്ടണം എന്ന് നിർബന്ധമൊന്നുമില്ല. സോ റൈറ്റ് ഫ്രെയിമിൽ നിങ്ങൾ പഠിക്കുക. മോക്ക് എക്സാമിൽ അറ്റൻഡ് ചെയ്തോ, ചോദ്യങ്ങൾ പഠിച്ചോ, എന്നിട്ട് മെയിൻ എക്സാം കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് എന്ത് ചെയ്യുക, ഡിസൈറബിളായ റിസൾട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പരീക്ഷ എഴുതുക. ഓക്കെ, ഉഷാറായിട്ട് പഠിക്കുക, അതിനുശേഷം ഉഷാറായിട്ട് പരീക്ഷ എഴുതുക. മൈൻഡ് എപ്പോഴും ക്ലിയർ ആയിട്ട് വെക്കുക. ഓക്കെ, ടെൻഷൻസും വെറീസും ഒന്നും വേണ്ട. ടെൻഷൻ ഉണ്ടാവും, ബട്ട് റെഗുലേറ്റ് ചെയ്ത് നിർത്തുക. എല്ലാം ഒരു അളവിനാണെങ്കിൽ ഓക്കെ, അതിന് മുകളിലേക്കായാൽ നമുക്ക് തന്നെ പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക. അപ്പോൾ കണ്ടന്റ് ഹെൽപ്പിനെ ഉറപ്പായിട്ട് സപ്പോർട്ട് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. താങ്ക് യു.